അപ്പോൾ എയർ ഫ്രയറിൽ ചാള അച്ചാറുണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഞാൻ കുറച്ച് ചാള നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചാളയുടെ സീസണാണല്ലോ ഇപ്പോൾ. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടിച്ചത്. അപ്പോൾ ഇത് പച്ചക്കുരുമുളക് ഉണ്ടായിരുന്ന പച്ചക്കുരുമുളക് പൊടിച്ചതാണ്. ഉണങ്ങിയതുണ്ടെങ്കിൽ അത് പൊടിച്ചിടാം. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അച്ചാറിടാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വറുത്ത് കോരണ്ട. അപ്പോൾ എയർ ഫാനിൻ്റെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ട് ഈ ചാളയൊക്കെ ഇതേപോലെ നിരത്തി വെക്കുക. ഒരുപാട് തിക്കായിട്ട് വയ്ക്കണ്ട, കുറച്ച് അകത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ 200 ഡിഗ്രിയിൽ ഒരു 15-20 മിനിറ്റ് വെച്ച് കൊടുക്കുക. 15 മിനിറ്റ് വെച്ച് കൊടുത്തപ്പോൾ ഒന്ന് മറിച്ചിടേണ്ടി വന്നിട്ട്, അപ്പോൾ 20 മിനിറ്റ് വെച്ചെടുക്കുകയാണെങ്കിൽ മറിച്ചിടേണ്ട. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. നല്ല വടി പോലെ നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് എയർ ഫ്രയറിൽ ഇതേപോലെ ചെയ്യാനായിട്ട്. വെളിച്ചെണ്ണയിലൊക്കെ കോരിയെടുക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ടി വരും. അപ്പോൾ ഞാൻ 15 മിനിറ്റും കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുത്തത്. എന്നാലും ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്നും കൂടി വേവാനുണ്ട്. എന്നാലും നല്ല ഉണങ്ങിയ പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാള തന്നെയല്ല, വേറെ ഏത് മീനും അച്ചാറിടാൻ വേണ്ടിയിട്ട് എയർ ഫ്രയർ നല്ല ഉപകാരമാണ്. ബീഫ് അച്ചാറിടാനും നല്ല ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് 200 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഇട്ടായിരുന്നു. ആദ്യത്തേൽ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഫ്രൈ ചെയ്ത് വെച്ചത്. അപ്പോൾ രാവിലെയാണ് അച്ചാറിടുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ എല്ലാം ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് എയർ ഫ്രയറിൻ്റെ അകത്തോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺകലത്തിലാണ് അച്ചാറുണ്ടാക്കണത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനെല്ലാം വെളിച്ചെണ്ണയിലാണ് റെഡിയാക്കണത്. അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ട് മുരിഞ്ഞത് വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ എയർ ഫ്രയറിൽ നിന്ന് മീനെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്തിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പാത്രമുണ്ട്. അതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ കുറച്ച് പൊടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വാരിയിടാണ്. അപ്പോൾ നല്ല നെയ്യുള്ള ചാളയാണെങ്കിൽ ഈ പാനിൽ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ചാടിക്കിടക്കും കേട്ടോ. അപ്പോൾ നെയ്യ് കുറവുള്ള ചാള ആയതുകൊണ്ട് അധികം നെയ്യൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവയും കടുകും കൂടി വറുത്തിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. പിന്നെ മുളക് പൊടി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. ഉപ്പും പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുത്ത ചാള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മൺകലായതുകൊണ്ട് പെട്ടെന്ന് വലിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒരു നേരിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക, മസാലയൊക്കെ ഒന്ന് അതിൽ മിക്സായി പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാള അച്ചാർ. അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മീനൊന്നും നുറുങ്ങിപ്പോകില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വല്ല വെജിറ്റബിൾ കറിയൊക്കെ കഴിക്കുമ്പോൾ എടുത്ത് കൂട്ടാൻ നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.